നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഈ ഒരു നോട്ടില് ഗാന്ധിജിയുടെ ചിത്രം എങ്ങനെയാണ് വന്നത് എന്നറിയാമോ? ഇത് ആരെങ്കിലും വരച്ച ഒരു ചിത്രമൊന്നുമല്ല. മറിച്ച് 1946-ൽ പകർത്തിയ ഒരു യഥാർത്ഥ ഫോട്ടോയാണ്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ നോട്ടുകളിൽ ഗാന്ധിജിയുടെ ചിത്രം ഉണ്ടായിരുന്നില്ല എന്നതാണ് ശരിയായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിക്ക് മുൻപ് നോട്ടുകളിൽ ആരുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നറിയാമോ? എപ്പോഴാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ രൂപയുടെ മുഖമായത് എന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് ഗാന്ധിജിയെ തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കാം. മാറുന്ന കാലത്ത് ഗാന്ധിജിയെ നോട്ടിൽ നിന്ന് മാറ്റണമെന്നുള്ള ചർച്ചകൾക്ക് പിന്നിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ബ്രിട്ടീഷ് രാജാവായ ജോർജ് ആറാമനിൽ നിന്ന് അശോക സ്തംഭത്തിലേക്കും അവിടെ നിന്ന് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയിലേക്കുമുള്ള ഇന്ത്യൻ കറൻസിയുടെ ആ ഒരു ചരിത്രവും ഒരു സാധാരണ ഫോട്ടോയിൽ നിന്ന് ലോകം ആദരിക്കുന്ന രീതിയിലുള്ള ഒരു രാജ്യത്തിൻ്റെ കറൻസി ചിഹ്നമായി ഗാന്ധിജി മാറിയ ആ ഒരു പ്രധാനപ്പെട്ട കഥയും മാറുന്ന കാലത്ത് ഗാന്ധിജിയെ നോട്ടിൽ നിന്ന് മാറ്റണമെന്നത് സംബന്ധിച്ച പുതിയ വിവാദങ്ങളും അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ കറൻസിയുടെ വിസ്മയിപ്പിക്കുന്ന ചരിത്രവും നമുക്ക് ഇന്ന് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ മനസ്സിലാക്കിയെടുക്കാം. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും കുറച്ചു കാലത്തോളം ബ്രിട്ടീഷ് ഭരണത്തിന് നിഴലിലായിരുന്നു ഇന്ത്യൻ കറൻസി എന്നതാണ് കാര്യം. ഗാന്ധിജി നോട്ടുകളിൽ സ്ഥിര സാന്നിധ്യമാകുന്നതിനൊക്കെ മുൻപുള്ള കാലഘട്ടത്തെ നമുക്ക് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ച് ചർച്ച ചെയ്യുവാനുള്ളത്. ആദ്യത്തേത് 1947 മുൻപുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു കാലഘട്ടമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ നോട്ടുകളിലൊക്കെ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ചിഹ്നങ്ങളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. 1923 മുതൽ 47 വരെ പുറത്തിറങ്ങിയ നോട്ടുകളിൽ ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് ആറാമൻ്റെ ചിത്രമായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. 1861 ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായിട്ട് പേപ്പർ കറൻസികൾ ഔദ്യോഗികമായി പുറത്തിറക്കുന്നത് എന്ന് കാണാം. അന്ന് വിക്ടോറിയ രാജ്ഞിയുടെ ചിത്രങ്ങളായിരുന്നു നോട്ടുകളിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തേത് 1947 മുതൽ 49 വരെയുള്ള ഒരു കാലഘട്ടം. 47 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായെങ്കിലും പെട്ടെന്ന് തന്നെ നോട്ടുകൾ മാറ്റാൻ റിസർവ് ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 2 വർഷത്തോളം പഴയ ബ്രിട്ടീഷ് നോട്ടുകൾ തന്നെയായിരുന്നു ഇന്ത്യയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുക. രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാൻ സ്വന്തം കറൻസി അടിക്കുന്നതുവരെ ഇന്ത്യയുടെ പഴയ നോട്ടുകളിൽ ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ എന്ന ഒരു സീൽ ഉപയോഗിച്ചിട്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവർ അതാണ് ഉപയോഗിച്ചിരുന്നത്. മൂന്നാമത്തെ ഒരു ഘട്ടമായിട്ട് പറയാനുള്ളത് അശോക സ്തംഭത്തിൻ്റെ യുഗമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ സ്വന്തം നോട്ടുകൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടപ്പോൾ ഗാന്ധിജിയുടെ ചിത്രം കൊണ്ടുവരുന്നതിനായിട്ടുള്ള ആലോചനകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായി. എന്നാൽ ചർച്ചയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ദേശീയ ചിഹ്നമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കുക. 1949 പുറത്തിറങ്ങിയ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ 1 രൂപ നോട്ടിൽ ജോർജ് ആറാമൻ്റെ ചിത്രത്തിന് പകരം അശോക സ്തംഭം ഇടം പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ വിവിധ മൂല്യങ്ങളുള്ള നോട്ടുകളിലൊക്കെ ഗാന്ധിജിക്ക് പകരം ഇന്ത്യയുടെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് നൽകിയിരുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. 2 രൂപ നോട്ടിൽ ആര്യഭട്ട ഉപഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. 5 രൂപ നോട്ടിൽ ഹരിത വിപ്ലവത്തിൻ്റെ സൂചനയായിട്ട് ട്രാക്ടർ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകന്റെ പടമായിരുന്നു ഉണ്ടായിരുന്നത്. 10 രൂപയുടെ നോട്ടിലാകട്ടെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ചക്രം, മയില്, ഷാലിമാർ ഗാർഡൻ എന്നിവയൊക്കെയായിരുന്നു അതിനകത്തുണ്ടായിരുന്ന പിക്ചറുകൾ. 20 രൂപ നോട്ടിൽ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ചക്രം, എല്ലോറ ഗുഹകൾ എന്നിവയൊക്കെ ഉൾപ്പെട്ടു. 100 രൂപയുടെ നോട്ടിലാണെങ്കിൽ ഹിമാലയ പർവ്വത നിരകളും പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മഹാത്മാഗാന്ധി ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ നോട്ടിൽ ഇടം പിടിക്കുന്ന 1969 അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പ്രത്യേക ഒരു കമമറേറ്റീവ് നോട്ടുകളിലായിരുന്നു ഈ ഒരു
സാന്നിധ്യം നമ്മൾ കാണുന്നത്. സേവാഗ്രാമ ആശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന ഗാന്ധിജിയുടെ ചിത്രമായിരുന്നു ആ സമയത്ത് ഇറങ്ങിയ നോട്ടുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1, 2, 5, 10, 20, 100 എന്നീ മൂല്യങ്ങളിലുള്ള നോട്ടുകളിലെല്ലാം ആ സമയത്ത് ഈ ചിത്രമാണ് അച്ചടിച്ചത്. അതിനുശേഷം പിന്നീട് ഒരു 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഗാന്ധിജി വീണ്ടും നോട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത്. 1987 ഒക്ടോബറിൽ പുതിയ 500 രൂപ നോട്ടുകൾ പുറത്തിറക്കിയപ്പോൾ അതിൽ ഗാന്ധിജിയുടെ ചിത്രം ഉൾപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. നമ്മൾ ഇന്ന് കാണുന്ന പുഞ്ചിരിക്കുന്ന ഒരു ഗാന്ധിജി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിത്രം ആദ്യമായി നോട്ടുകളിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് ഈ 500 രൂപ നോട്ടിലൂടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചിത്രം ആരും വരച്ചതല്ല, അത് 1946 പകർത്തിയ ഒരു യഥാർത്ഥ ഫോട്ടോയാണ്. കൊൽക്കത്തയിലെ അന്നത്തെ രാഷ്ട്രപതി ഭവൻ എന്നറിയപ്പെടുന്ന പഴയ നമ്മുടെ വൈസ്രോയ് ഹൗസിൽ വെച്ചാണ് ഈ ഒരു ചിത്രം പകർത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരനായിട്ടുള്ള ലോർഡ് ഫെഡറിക് പെത്തിക് ലോറൻസുമായിട്ട് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഗാന്ധിജിയുടെ മുഖം മാത്രം ക്രോപ്പ് ചെയ്ത് മിറർ ഇമേജ് ആക്കിയിട്ടാണ് നോട്ടുകളിൽ ഉപയോഗിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. 1996 വരെ നോട്ടുകളിൽ ഗാന്ധിജി ഒരു സ്ഥിര സാന്നിധ്യമൊന്നും അല്ലായിരുന്നു. 1996 മഹാത്മാഗാന്ധി സീരീസ് എന്ന പേരിൽ RBI പുതിയ നോട്ടുകൾ അച്ചടിച്ച് പുറത്തിറങ്ങുന്നതെന്ന് കാണാം. കള്ളനോട്ടുകൾ തടയുന്നതിനായി കൂടുതൽ സുരക്ഷാ ഫീച്ചറുകൾ കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയപ്പെട്ടത്. മനുഷ്യൻ്റെ മുഖം കൃത്രിമമായി കോപ്പി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായതിനാലാണ് ഗാന്ധിജിയുടെ ചിത്രം കേന്ദ്രമായിട്ടുള്ള പുതിയ ഡിസൈൻ കൊണ്ടുവന്നത് എന്നാണ് അന്ന് കൊടുത്തിരുന്ന ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതോടെ അശോകസ്തംഭം നോട്ടിലെ പ്രധാന ചിത്രമെന്ന സ്ഥാനത്ത് നിന്നും മാറുകയും വാട്ടർമാർക്കായി ഒതുങ്ങുന്ന ഒരു കാഴ്ചയും കാണുന്നു. ഗാന്ധിജി ഇന്ത്യൻ രൂപയുടെ മുഖമുദ്രയായി മാറുന്നത് ആ ഒരു ടൈമിലാണ് എന്ന് എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ കറൻസി ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ അധ്യായമാണ് 2016 നോട്ട് നിരോധനവും അതിനെ തുടർന്നുണ്ടായ പല എടുത്തു പറയത്തക്ക മാറ്റങ്ങളും. ഗാന്ധിജി നോട്ടുകളിൽ തുടരുന്നതിനെക്കുറിച്ചുള്ള ആധുനിക ചർച്ചകൾക്ക് ആക്കം കൂട്ടിയതും ഈ ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കണം. 2016 നവംബർ 8 രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500, 1000 രൂപയുടെ നോട്ടുകൾ നിരോധിച്ചതിലൂടെയാണ് ഇന്ത്യൻ കറൻസിയിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് കാണാം. പഴയ നോട്ടുകളെയൊക്കെ അപേക്ഷിച്ച് വലിപ്പം കുറഞ്ഞതും അതേപോലെ തന്നെ തിളക്കമുള്ള പല നിറങ്ങളോട് കൂടിയതുമായിട്ടുള്ള നോട്ടുകളാണ് ഇതിന് പകരം പുറത്തിറങ്ങിയതെന്ന് കാണാം. ഇതിനെ മഹാത്മാഗാന്ധി ന്യൂ സീരീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പുതിയ നോട്ടുകളിൽ ഗാന്ധിജിയുടെ ചിത്രത്തിൻ്റെ ആ ഒരു സ്ഥാനത്തിനും അതേപോലെ രൂപത്തിനും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയുണ്ടായി. നോട്ടുകളുടെ മധ്യഭാഗത്തായിരുന്ന ഗാന്ധിജി പുതിയ ഡിസൈൻ വന്നപ്പോൾ വലത്തുവശത്തേക്ക് നീങ്ങുന്ന കാഴ്ച കണ്ടു. വാട്ടർമാർക്കിലും ഗാന്ധിജിയുടെ ചിത്രം കൂടുതൽ വ്യക്തമായി കാണുന്ന രീതിയിലായിരുന്നു ഡിസൈൻ. അതേസമയം നോട്ടുകളുടെ മറുവശത്ത് ഇന്ത്യയുടെ പൈതൃകവും ശാസ്ത്രീയപരമായിട്ടുള്ള നേട്ടങ്ങളുമൊക്കെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് നോട്ടുകൾ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗാന്ധിജി നോട്ടുകളിൽ നിന്ന് മാറ്റണമെന്നോ അല്ലെങ്കിൽ മറ്റ് പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്നുള്ള പലതരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ സജീവമായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നതാണ്. സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, BR അംബേദ്കർ, സർദാർ വല്ലഭ്ഭായ് പട്ടേൽ, അങ്ങനെ ഒരുപാട് ദേശീയ നേതാക്കളുടെയൊക്കെ ചിത്രങ്ങൾ നോട്ടുകളിൽ ഗാന്ധിജിക്ക് പകരം ഉൾക്കൊള്ളിക്കണമെന്ന് പലതരത്തിലുള്ള സംഘടനകൾ ആവശ്യം ഉന്നയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നോട്ടുകളിൽ ഗാന്ധിജിക്ക് മാത്രം കുത്തക നൽകുന്നത് ശരിയല്ല എന്നാണ് ഇത്തരക്കാരുടെ പ്രധാനപ്പെട്ട വാദം. 2022 ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ നോട്ടുകളിൽ ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത് ആ ഒരു ടൈമിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിനൊക്കെ വഴിവെച്ച വാർത്ത നമ്മൾ കേട്ടതാണ്. സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടാൻ ദൈവാനുഗ്രഹം വളരെ അത്യാവശ്യമാണ് എന്നായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വാദം. അമേരിക്കയിൽ വിവിധ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങളുള്ള നോട്ടുകളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇന്ത്യയിലും വിവിധ മൂല്യങ്ങളുള്ള നോട്ടുകളിലൊക്കെ നമ്മുടെ അനവധിയായിട്ടുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കണമെന്ന നിർദ്ദേശങ്ങൾ പൊതുവായി ഉയർന്നു വരുന്നുണ്ട്. ഈ ചർച്ച ശക്തമായപ്പോൾ 2022 ജൂണിൽ RBI പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ നിലവിലുള്ള നോട്ടുകളിൽ മാറ്റം വരുത്തുന്നതിനോ അതേപോലെ ഗാന്ധിജിക്ക് പകരം മറ്റേതെങ്കിലും നേതാക്കളെ കൊണ്ടുവരാനോ ഉള്ള യാതൊരു പദ്ധതിയും RBIക്ക് ഇല്ല എന്നവർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. കൂടാതെ ഈ 2016 വലിയ ആഘോഷത്തോടെയൊക്കെ വന്ന 2000 രൂപ നോട്ടുകൾ 2023 സെപ്റ്റംബറോടുകൂടി പിൻവലിക്കാൻ RBI തീരുമാനിക്കുകയും ചെയ്തു. ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇത് എന്നായിരുന്നു അവരുടെ ഔദ്യോഗികപരമായിട്ടുള്ള വിശദീകരണം. അപ്പോൾ ഇതോടെ ഇന്ത്യൻ കറൻസിയിലെ ഏറ്റവും വലിയ മൂല്യമുള്ള നോട്ട് എന്ന പദവി വീണ്ടും 500 രൂപ നോട്ടിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കൂടി കാണുന്നു. ഇത്രയുമാണ്
നമ്മുടെ ഇന്ത്യൻ നോട്ടിൻ്റെ നാൾ വഴികളായി എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്ത്യൻ നോട്ടുകളിൽ നിന്ന് നമ്മുടെ ഗാന്ധിജിയെ മാറ്റണമെന്ന ചർച്ചകൾ പലപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങളാലോ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങളാലോ ഒക്കെ ഉയരുന്നതാണെങ്കിൽ കൂടിയും സാങ്കേതികമായി നോക്കിയാൽ കള്ളനോട്ടുകൾ തടയുന്നതിനുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതേപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇന്ത്യൻ കറൻസിയുടെ ബ്രാൻഡ് മൂല്യം, RBIയുടെ കർശനമായിട്ടുള്ള നയരൂപീകരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഗാന്ധിജി ഇന്നും ഇന്ത്യൻ രൂപയുടെ അവിഭാജ്യമായിട്ടുള്ള ഒരു മുഖമായി തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യത്തോടെ മനസ്സിലാക്കാനുള്ള കാര്യം. അതിനാൽ ഇത്തരം വാർത്തകളെ കേവലം ഒരു വിവാദം എന്ന രീതിയിലല്ല, മറിച്ച് നമ്മുടെ ജനാധിപത്യത്തിലെ വൈവിധ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളായി മാത്രം കാണുന്നതാവും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കാലം മാറുന്നതിനനുസരിച്ച് കറൻസിയിലെ ചിത്രങ്ങളെ പറ്റിയുള്ള തർക്കങ്ങൾ ഇനിയും ധാരാളം ഉണ്ടായേക്കാം. പക്ഷേ വെടിയുണ്ടകൾ മായ്ക്കാനാവാത്ത ഗാന്ധിജിയുടെ ആ പുഞ്ചിരി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിനപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ആത്മാവായി ഇന്നും നിലകൊള്ളുന്നു എന്ന സത്യം നാം എല്ലാവരും ഉൾക്കൊള്ളുക. അപ്പോൾ ഈ ചരിത്രയാത്രയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതേപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള പലതരത്തിലുള്ള വീഡിയോകളും ചരിത്ര സത്യങ്ങളും അറിയുവാൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ തയ്യാറാക്കുന്ന വീഡിയോ വളരെ വേഗത്തിൽ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നതിന് അത് സഹായകരമാവുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരറിവുമായി മറ്റൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.